ഹലോ ഡിയേഴ്സ്. അപ്പോൾ എല്ലാവരും പഠിച്ചൊക്കെ തുടങ്ങിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പഠിച്ച് തുടങ്ങിയപ്പോൾ ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഫാർമസ്യൂട്ടിക്കൽ എൻജിനീയറിങ്ങിൽ നിന്നാണ്. അതാണല്ലോ ലാസ്റ്റ് എക്സാം. അപ്പോൾ അതിൽ ഫസ്റ്റ് ചാപ്റ്റർ ഫ്ലോ ഓഫ് ഫ്ലൂയിഡ്സിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു. അതിൻ്റെ അകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് ബെർണോളീസ് തിയറം, മാനോമീറ്റേഴ്സ്, പിന്നെ അതിൻ്റെ അകത്തുള്ള ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്നതിനുള്ള എക്യുപ്മെൻറ്റ്സ്. അതിൽ ആ ബെർണോളീസ് തിയറം, മാനോമീറ്റർ ഇതൊക്കെ റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ്. ബെർണോളീസ് തിയറം 10 മാർക്കിനും 5 മാർക്കിനും ഒക്കെ അതിൻ്റെ ഡെറിവേഷൻ, ആപ്ലിക്കേഷനും കൂടെയൊക്കെ ചേർത്ത് ചോദിച്ചിട്ടുണ്ട്. അതേപോലെ 2 മാർക്കിന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് മാനോമീറ്റേഴ്സ് എന്നുള്ളത്. അത് മാനോമീറ്റേഴ്സ് എന്ന് 5 മാർക്കിനും ചോദിക്കാം, ചിലപ്പോൾ 2 മാർക്കിനും ചോദിക്കാം. ഫസ്റ്റ് നമുക്ക് മാനോമീറ്റേഴ്സിനെ കുറിച്ചിട്ട് പഠിക്കാം. അപ്പോൾ ജനറലി വാട്ട് ഈസ് മാനോമീറ്റർ? മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു മെഷർ പ്രഷർ ഡിഫറൻസ്. പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഒരു പൈപ്പ് ലൈൻ, അതിൻ്റെ അകത്ത് കൂടെ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നു. ഗ്യാസ് ആവാം, അത് ലിക്വിഡ് ആവാം. പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും എവിടെയെങ്കിലും ഒരു കൺസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഒരു തടസ്സം അനുഭവപ്പെടുമ്പം, അല്ലെങ്കിൽ തടസ്സം ആവണം എന്നില്ല, എന്തെങ്കിലും ഒരു ഇത് വരുമ്പം അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് വരും. അല്ലെങ്കിൽ ഇപ്പം ഈ ഫ്ലോ ചെയ്ത് പോകുന്ന ഫ്ലൂയിഡിൻ്റെ അളവ് കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്തു, അങ്ങനെ എന്തൊരു പ്രശ്നം വന്നാലും അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ഉണ്ടാകാറുണ്ട്. അപ്പം ഒരു ഫ്ലൂയിഡ് പൊയ്ക്കൊണ്ടിരിക്കുമ്പം അതിൻ്റെ എവിടെ എന്തെങ്കിലും പ്രഷർ ഡിഫറൻസ് ഉണ്ടായാൽ ആ ഒരു പ്രഷർ ഡിഫറൻസ് മെഷർ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ്. ഈ മാനോമീറ്റേഴ്സ് ഡിഫറെൻറ്റ് ടൈപ്സിൽ അവൈലബിൾ ആണ്. 3 മെയിൻ ടൈപ്പാണ് ഉള്ളത്: സിമ്പിൾ മാനോമീറ്റർ, ഡിഫറൻഷ്യൽ മാനോമീറ്റർ, ഇൻക്ലൈൻഡ് മാനോമീറ്റർ. അതിൽ ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സിമ്പിൾ മാനോമീറ്റേഴ്സ് എന്താണെന്നുള്ളതാണ്. സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട്, വിച്ച് ഇസ് സിമ്പിൾ. അതായത് ഒരു പൈപ്പ് ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു ഫ്ലൂയിഡ്, ആ ഫ്ലൂയിഡിൻ്റെ പ്രഷർ കണ്ടുപിടിക്കണം. അപ്പം മാനോമീറ്റേഴ്സ് ജനറലി പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. സിമ്പിൾ എന്ന് പറയുമ്പം ഒരു പോയിൻറ്റിൽ, അറ്റ് എ പോയിൻറ്റിലുള്ള പ്രഷർ കണ്ടുപിടിക്കാൻ. ഫ്ലൂയിഡ് പൊയ്ക്കൊണ്ടിരിക്കുന്നു, അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പോയിൻറ്റിൽ പ്രഷർ എത്ര ആണെന്ന് അറിയണം. അതിനു വേണ്ടി സഹായിക്കുന്ന ഡിവൈസ്, അതാണ് സിമ്പിൾ മാനോമീറ്റർ. ഒരു സിമ്പിൾ മാനോമീറ്ററിൻ്റെ ഫിഗറാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് ഇതിൻ്റെ അകത്തൊരു സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ഗ്ലാസ് യു ട്യൂബ്. ഒരു യു ട്യൂബ് ഉണ്ട്. ആ യു ട്യൂബിൽ 2 ആംസ് ഉണ്ട്. അതിൻ്റെ അകത്ത് ആദ്യം നമ്മൾ എ എന്ന് പറയുന്ന ഒരു ലിക്വിഡ് ഫില്ല് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബോട്ടം പാർട്ടിൽ ആ എ ഫില്ലായിട്ടുണ്ട്. ഇനി 2 ആംസിൻ്റെയും ആ ടോപ്പ് പോർഷൻ ഫില്ലല്ല, എ താഴെയാണുള്ളത്. അപ്പം ആ മുകൾ ഭാഗത്ത് നമ്മൾ ബി എന്ന് പറയുന്ന വേറൊരു ലിക്വിഡ് ആഡ് ചെയ്യാണ്. അപ്പം എ ഉണ്ട്, ബി ഉണ്ട്. എയും ബിയും 2 ഇമ്മിസിബിൾ ആയിട്ടുള്ള ലിക്വിഡാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള ഡെൻസിറ്റി ഉണ്ട്, വെലോസിറ്റി ഉണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇതൊരു സ്റ്റേറ്റിലായതുകൊണ്ട്, അതായത് മോഷനിലല്ല റെസ്റ്റിലായിട്ടിരിക്കുന്നത് കൊണ്ട് വെലോസിറ്റി ഇല്ല, ഡെൻസിറ്റി ഉണ്ട്. ഇതിന് രണ്ടും, എക്കൊരു ഡെൻസിറ്റി ഉണ്ട്, ബിക്കൊരു ഡെൻസിറ്റി ഉണ്ട്. എയുടെ ഡെൻസിറ്റിയാണ് റോ എ, ബിയുടെ ഡെൻസിറ്റിയാണ് റോ ബി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു യു ട്യൂബ്, 2 ലിക്വിഡുള്ള ഒരു യു ട്യൂബിൻ്റെ അകത്തോട്ട് 2 ആംസിലും നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആമിൽ പ്രഷർ അപ്ലൈ ചെയ്യുന്നു. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഫോഴ്സ് ഉണ്ടാവും. ആ ഫോഴ്സ് കൊണ്ട് എയും ബിയും തമ്മിൽ ഇങ്ങനെ ജോയിൻ്റ് ആയിട്ടിരിക്കുന്ന ഇൻ്റർഫേസ് നമുക്ക് കാണാൻ പറ്റും, ബിക്കോസ് ഇറ്റ് ഈസ് ഇമ്മിസിബിൾ. അപ്പോൾ ആ ഇൻ്റർഫേസ് ജസ്റ്റ് താഴോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ താഴോട്ട് പോകുമ്പം മറ്റേ ആമിലുള്ള ആ മെനിസ്കസ് ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പോകും. അപ്പോൾ അവിടെ ഒരു പ്രഷർ ഉണ്ടായി.
ഈ ഉണ്ടായ പ്രഷറിൻ്റെ ഡ്രോപ്പ്, അതായത് പ്രഷർ ഡിഫറൻസ്, ആ രണ്ട് ആമിലും രണ്ട് പ്രഷറായി. ആ പ്രഷർ കണ്ടുപിടിക്കാനായിട്ട് ഇതിൻ്റെ അകത്ത് ഈ പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിട്ട് എടുക്കണം. ആ സിമ്പിൾ മാനോമീറ്ററിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് ആമുണ്ട്, ഒരു യൂട്യൂബ്. ആ യൂട്യൂബിനെ നമ്മൾ കുറേ പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അതായത് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത്, അങ്ങനെ 5 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്യുകയാണ്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ആ യൂട്യൂബിൻ്റെ ഫസ്റ്റ് ആമിലുള്ള ആ പൊസിഷൻ, അതായത് പ്രഷർ P1 ഉള്ള പോയിൻ്റ്. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ബിയും എയും കൂടെ ചേർന്നിട്ടുള്ള ഇൻ്റർഫേസിൻ്റെ പോയിൻ്റ്, അതാണ് സെക്കൻഡ്. അടുത്ത തേർഡ് എന്ന് പറയുമ്പം നെക്സ്റ്റ് ആമിൽ 2ൻ്റെ അതേ സെയിം ഹൈറ്റിലുള്ള പോയിൻ്റ്. ഫോർത്ത് എന്ന് പറയുമ്പോഴത്തേക്കും അടുത്ത ആ ആമിൽ എയും ബിയും തമ്മിലുള്ള ആ ഇൻ്റർഫേസ്. ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് ഫൈനൽ ബിയുടെ മെനിസ്കസ്. ഇനി ഈ ഫസ്റ്റ് മുതൽ ഫിഫ്ത്ത് വരെയുള്ള ഓരോ പോയിൻറ്റിൻ്റെയും പ്രഷർ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രഷർ കണ്ടുപിടിക്കാനായിട്ടുള്ള ജനറൽ ഫോർമുല നമുക്കറിയാം. പ്രഷർ ഇസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഇൻറ്റു ഹൈറ്റ് എന്നാണ്. ദാറ്റ് ഈസ് P ഇസ് ഈക്വൽ ടു ρgh. ഫസ്റ്റ് പോയിൻറ്റിലാണ് നമ്മൾ പ്രഷർ അപ്ലൈ ചെയ്യുന്നത്, അവിടുത്തെ പ്രഷറാണ് P1. സെക്കൻഡ് പോയിൻറ്റിൽ P1 പ്രഷറും ഉണ്ട്, അതിൻ്റെ കൂടെ P1 പ്ലസ് ρbg ഇൻറ്റു m+r എന്ന് ഒരു ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതെങ്ങനെ വന്നെന്ന് ചോദിച്ചാൽ, ഈ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിൻറ്റിൻ്റെ ഇടയിൽ ഫില്ല് ചെയ്തിട്ടുള്ളത് ബി ആണ്. അപ്പോൾ സെക്കൻഡ് പോയിൻറ്റിൽ വരുന്ന പ്രഷറിൻ്റെ അകത്ത് ആരുടെ ഡെൻസിറ്റി ആയിരിക്കും വരുന്നത്? ബിയുടെ ഡെൻസിറ്റി ആയിരിക്കും. അതാണ് ρb ഇൻറ്റു ജി ഇൻറ്റു, ഇവിടെ നമ്മൾ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ ഫിഫ്ത്ത് ടു ഫോർത്ത്, ആ 5നും 4നും ഇടയിലുള്ള ഹൈറ്റ് m എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ 4 to 3 അവിടെ ഉള്ളത് r എന്ന് ലേബൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ m+r, അതാണ് ഫിഫ്ത്ത് ടു തേർഡ് പോയിൻ്റ് വരെയുള്ള ഹൈറ്റ്. അതേ സെയിം ഹൈറ്റ് ആണല്ലോ ഫസ്റ്റ് ടു സെക്കൻഡ് വരെ ഉള്ളത്. അപ്പോൾ സെക്കൻഡ് പോയിൻറ്റിലെ പ്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് m+r എന്നുള്ള ഹൈറ്റ് യൂസ് ചെയ്യാമല്ലോ. അതുകൊണ്ടാണ് അവിടെ P1 പ്ലസ് ρbg ഇൻറ്റു m+r എന്ന് എഴുതിയത്. തേർഡ് പോയിൻറ്റിലുള്ള പ്രഷർ സെയിം ആസ് 2 ആണ്. കാരണം സെക്കൻഡിൻ്റെ അതേ ഹൈറ്റിലാണ് നമ്മൾ അപ്പുറത്തെ ആമിൽ തേർഡ് മാർക്ക് ചെയ്തേക്കുന്നത്. സോ സെക്കൻഡിലും തേർഡിലും വരുന്ന പ്രഷർ എപ്പോഴും സെയിം ആയിരിക്കും. അതുകൊണ്ട് സെക്കൻഡിൻ്റെ അതേ പ്രഷർ തന്നെയാണ് തേർഡിലും എഴുതിയിട്ടുള്ളത്. ഫോർത്ത് പോയിൻറ്റിലുള്ള പ്രഷർ എന്ന് പറയുന്നത് P2 പ്ലസ് എന്നാണ് എഴുതുന്നത്. കാരണം അത് സെക്കൻഡ് ആമിലാണ്, അവിടെ വരുന്ന പ്രഷർ P2 ആണ്. അപ്പം ആ P2വും അതിൻ്റെ കൂടെ ρbgm കൂടെ ഉണ്ട്. അതെങ്ങനെ വന്നെന്ന് വെച്ചാൽ, അവിടെയും സെക്കൻഡ് പോയിൻറ്റിലെ പോലെ തന്നെ ആ ഫോർത്ത് പോയിൻ്റ് ടച്ച് ചെയ്യുന്നത് ബി എന്ന് പറയുന്ന ലിക്വിഡിലാണ്. അതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റിയാണ് അവിടെ എഴുതാനുള്ളത്, ρb ഇൻറ്റു ജി. പിന്നെ പറയുന്നത് ഫോർത്ത് പോയിൻ്റാണ് നമ്മളിപ്പോൾ എടുത്തത്. അപ്പോൾ 4 to 5ൻ്റെ ഇടയിൽ വരുന്ന ഹൈറ്റ് m ആണ്. സോ അവിടുത്തെ ഹൈറ്റ് m. അപ്പോൾ ഫോർത്ത് പോയിൻറ്റിലുള്ള പ്രഷർ P2 പ്ലസ് ρbgm. അടുത്ത ഫിഫ്ത്ത് പോയിൻ്റ് എടുക്കുമ്പോൾ അവിടെ വരുന്ന പ്രഷർ എന്തുവാണ്? ഫസ്റ്റ് പോയിൻറ്റിലുള്ളത് P1 ആയതുകൊണ്ട് ഫിഫ്ത്ത് പോയിൻറ്റിലുള്ളത് P2. ഇനി പോയിൻ്റ് എ എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിച്ചത് ഞാൻ എഴുതിയപ്പോൾ ഉള്ള മിസ്റ്റേക്കാണ്, സോറി. സെക്കൻഡ് പോയിൻ്റ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ, പോയിൻ്റ് 2 ആണ്. അപ്പോൾ പോയിൻ്റ് 2 മൈനസ് 4 to 3. 4 to 3 എന്ന് പറഞ്ഞാൽ ആ ഫിഗറിൽ നോക്കിക്കഴിഞ്ഞാൽ 1 to 2 അതിനിടയിൽ അതേ സെയിം ആമിലാണ് അപ്പുറത്തെ ആം 5 to 3 എന്ന് പറയുന്നത്. അതിനിടയിൽ വരുന്ന ഒരു പോയിൻ്റാണ് 4. അപ്പോൾ 1 to 2ൽ നിന്ന് 4 to 3 റെഡ്യൂസ് ചെയ്ത, അതായത് 6 എന്ന് പറയുന്ന ആ ഒരു ഹൈറ്റിനെ എടുത്ത് മാറ്റിയാൽ നമുക്ക് ബാക്കി 5 to 4 വരെയുള്ള പ്രഷർ കിട്ടും. 5 to 4 വരെയുള്ള പ്രഷർ എന്ന് പറഞ്ഞാൽ ഫോർത്ത് പോയിൻറ്റിലുള്ള പ്രഷർ. അപ്പം അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടാക്കാം. അതായത് പോയിൻ്റ് എ മൈനസ് ഫ്രം 4 to 3 ഇസ് ഈക്വൽ ടു 0.4.
അപ്പോൾ അതിൻ്റെ ഓരോ പ്രഷേഴ്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ പോയിൻ്റ് എ, അതായത് സെക്കൻഡ് പോയിൻറ്റിലുള്ള പ്രഷർ P1 പ്ലസ് റോ ബി ജി ഇൻറ്റു എം പ്ലസ് ആർ മൈനസ് 4 to 3 വരെയുള്ള പ്രഷർ നമ്മൾ എഴുതിയിട്ടില്ല. അതെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 to 3 വരെ അതിനിടയിലിരിക്കുന്ന ലിക്വിഡ് എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. അപ്പോൾ അവിടെ നമ്മൾ എഴുതേണ്ട പ്രഷർ ഇതെന്ന് പറയുന്നത്, അതായത് ഡെൻസിറ്റി എന്ന് പറയുന്നത് റോ എ ആണ് ഇൻറ്റു ജി ആർ. 4 to 3 വരെയുള്ള ഹൈറ്റ് ആർ ആണല്ലോ. അപ്പോൾ റോ എ ജി ആർ ഈസ് ഈക്വൽ ടു 4th പോയിൻറ്റിലുള്ളത് P2 പ്ലസ് റോ ബി ജി എം. നെക്സ്റ്റ് റോ ബി ജി ഇൻറ്റു എം പ്ലസ് ആർ എന്ന് പറയുന്ന സെക്കൻഡ് എഴുതിയിട്ടുള്ള ഇക്വേഷൻ, അതിന് അകത്തോട്ട് ബ്രാക്കറ്റിൻ്റെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം P1 പ്ലസ് റോ ബി ജി എം പ്ലസ് റോ ബി ജി ആർ മൈനസ് റോ എ ജി ആർ ഇസ് ഈക്വൽ ടു P2 പ്ലസ് റോ ബി ജി എം. ഇനി നമുക്ക് ഇതിന്ന് കണ്ടുപിടിക്കേണ്ട എന്താണ്? പ്രഷർ ഡിഫറൻസ് ആണ്. പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഒരു പ്രഷർ മൈനസ് അടുത്ത പ്രഷർ, അതായത് ഇവിടുത്തെ പ്രഷേഴ്സ് ഏതൊക്കെയാണ്? P1ഉം P2ഉം. അപ്പോൾ P1 മൈനസ് P2 എന്നുള്ള ഫോമിൽ നമുക്ക് ഇക്വേഷനെ കൊണ്ടുവരണം. ലെഫ്റ്റ് സൈഡിൽ ഒരു P1 ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു P2 ഉണ്ട്. അപ്പോൾ P1 ഇവിടെ ഉണ്ട്, പ്ലസ് P2 അപ്പുറത്ത് നിന്ന് ഇപ്പുറത്ത് കൊണ്ടുവരുമ്പം മൈനസ് P2. അതിന് ഡെൽറ്റ പി എന്ന് നമുക്ക് എഴുതാം. അങ്ങനെ P1 മൈനസ് P2 എഴുതി കഴിഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ കൺസ്റ്റിറ്റ്യുവൻസിനെയും കൂടെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകാം. അങ്ങനെ കൊണ്ടുവരുമ്പം അവിടെ ഒരേപോലെ റോ ബി ജി എം കിടപ്പുണ്ട്. റോ ബി ജി എം മൈനസ് റോ ബി ജി എം, വീണ്ടും ഒരു മൈനസ് റോ ബി ജി ആർ പ്ലസ് റോ എ ജി ആർ. അങ്ങനെ വന്നപ്പം റോ ബി ജി എം ആൻഡ് റോ ബി ജി എം ക്യാൻസലായി പോവും. ബാക്കി അവിടെ ഉള്ളത് പ്ലസ് റോ ബി ജി ആർ മൈനസ് റോ എ ജി ആർ. ഞാൻ എഴുതിയിരിക്കുന്നതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. പ്ലസ് റോ ബി ജി ആറിന് മൈനസ് റോ ബി ജി ആർ എന്നാണ് എഴുതിയിട്ടുള്ളത്. ഇതിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ഫോം ഞാൻ വീഡിയോയുടെ അവസാനം ഒന്നുകൂടെ കൊടുക്കാം. ജസ്റ്റ് പറയുന്നത് ആദ്യം നോക്കിയിട്ട് അവസാനത്തിൽ നോട്ട് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്ലസ് റോ ബി ജി ആർ മൈനസ് റോ എ ജി ആർ എന്ന് കിട്ടി. ഇനി അപ്പോൾ റോ ബി ജി എം ക്യാൻസലായി പോയി. P1 മൈനസ് P2ന് ഡെൽറ്റ പി എന്നും എഴുതി. ഇസ് ഈക്വൽ ടു റോ ബി ജി ആർ മൈനസ് റോ എ ജി ആർ. അതാണ് ഇനി ബാലൻസ് ഉള്ളത്. അതിന്ന് ജി ആർ കോമൺ ആണ്. അതിനെ കോമൺ ആയിട്ട് എടുത്താൽ ബാക്കി റോ എ മൈനസ് റോ ബി, അല്ലെങ്കിൽ റോ ബി മൈനസ് റോ എ എന്നും എഴുതാം. ഇതാണ് സിമ്പിൾ മാനോമീറ്റർ എന്ന് നമുക്ക് കിട്ടുന്ന പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ. ഈ ഒരു ചെറിയ ഡെറിവേഷനേ ഉള്ളൂ. സിമ്പിൾ മാനോമീറ്ററിൻ്റെ അകത്ത് മാത്രം ഈ ഒരു ഡെറിവേഷൻ പഠിച്ചാൽ മതി. ബാക്കി 2 ഉണ്ട്, അതിൻ്റെ ഡെറിവേഷൻ വേണ്ട, ഇക്വേഷൻ മാത്രം മതി. ഡെറിവേഷൻ എന്ന് പറഞ്ഞാൽ ഇത് ഒരുപാടൊന്നുമില്ല, ഒരു 3-4 സ്റ്റെപ്പ് മാത്രമേ ഉള്ളൂ. എക്സാമിന് എഴുതുമ്പോൾ ആ പ്രഷറുകൾ, അതായത് 1st to 5th പോയിൻ്റ് വരെയുള്ള പ്രഷർ എഴുതുക, പിന്നെ റെഡ്യൂസ് ചെയ്യുന്ന ഇക്വേഷൻ എഴുതുക. 2-3 സെൻറ്റൻസ് മാത്രമേ ഉള്ളൂ, അത്ര എഴുതണം എന്നില്ല. ഫൈനൽ ഇക്വേഷൻ ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു റോ ബി മൈനസ് റോ എ ഇൻറ്റു ജി ആർ എന്ന് കിട്ടണം. അത് മാത്രം മതി. നെക്സ്റ്റ് ഈ സിമ്പിൾ മാനോമീറ്ററിൻ്റെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് പോയിൻ്റ് എന്ന് പറയുന്നത് ടു മെഷർ പ്രഷർ അറ്റ് എ പോയിൻ്റ്. അത് നമ്മൾ ഡെഫിനിഷന് പറഞ്ഞ കാര്യം തന്നെയാണ്. ഒരു പോയിന്റിലുള്ള പ്രഷർ കണ്ടുപിടിക്കണം. സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻസ് നടക്കുമ്പം ചില ഗ്യാസസ് ആ റിയാക്ഷനിൽ ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കൺസംഷൻ ഓഫ് ഗ്യാസ് ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടി സിമ്പിൾ മാനോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. ഈ 2 ആപ്ലിക്കേഷൻസ് ആണ് ഉള്ളത്. നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യൽ മാനോമീറ്റർ. സിമ്പിൾ മാനോമീറ്റർ എന്ന് പറഞ്ഞാൽ അറ്റേ പോയിന്റിലുള്ള പ്രഷർ കണ്ടുപിടിക്കാൻ. ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത് 2 പോയിൻറ്റിൻ്റെ ബിറ്റ്വീൻ ആയിട്ടുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ സിമ്പിളിനെക്കാളും കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പ്രിസൈസ് ആയിട്ട് നമുക്ക് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഒരു സ്മോൾ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഡിഫറൻഷ്യൽ മാനോമീറ്റർ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഇത് സെൻസിറ്റീവാണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു പ്രഷർ ഡിഫറൻസ് അവിടെ ഫോം ചെയ്താലും പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റും.
പിന്നെ ഡിഫറൻഷ്യൽ മാനോമീറ്ററിൽ നേരത്തെ സിമ്പിളിനെ പോലെ തന്നെ ആ ഡെറിവേഷൻ ഒന്നും പഠിക്കേണ്ട. അതുപോലെ ഒരു ഇക്വേഷൻ ഇതിലും ഉണ്ട്. അതായത് ആ ഒരു ഇക്വേഷൻ മാത്രം, പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കേണ്ട ആ ഒരു ഇക്വേഷൻ മാത്രം പഠിച്ചാൽ മതി. ദാറ്റ് ഇസ് ഡെൽറ്റ പി ഇസ് ഈക്വൽ ടു ആർ ജി ഇൻറ്റു റോ സി മൈനസ് റോ എ. ഡിഫറൻഷ്യൽ മാനോമീറ്ററിൻ്റെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ എടുത്തത് 2 ലിക്വിഡ് ആണെങ്കിൽ ഇവിടെ എടുക്കുന്നത് 3 ലിക്വിഡാണ്. ലിക്വിഡ് എ, ബി ആൻഡ് സി. അപ്പോൾ എ നേരത്തെ പോലെ ബോട്ടത്തിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ആമിലും ബി ഫില്ല് ചെയ്തു. അതിനുശേഷം ഫുൾ ഫില്ലാവുന്നത് സി ആഡ് ചെയ്യുമ്പോഴാണ്. അങ്ങനെ 3 ലിക്വിഡ്സ്. ഇവിടെ നേരത്തെ 5 പോയിൻറ്റ്സ് ആയിരുന്നു മാർക്ക് ചെയ്തിരുന്നത്. ഇവിടെ 7 പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണം. അത്ര മാത്രം ചെയ്താൽ മതി. അല്ലാതെ ഡെറിവേഷൻ ആവശ്യമില്ലാത്തത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊന്നും വേണ്ട. ആ യു ഷേപ്പ്, അതേപോലെ 3 ലിക്വിഡ്സിൻ്റെ ആ ഇൻ്റർഫേസ്, പോയിൻറ്റ്സ് P1 P2 എന്നുള്ള 2 പ്രഷേഴ്സ്, അത് മാത്രം മാർക്ക് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫിഗർ. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിനും കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഫസ്റ്റ് പോയിൻ്റ് പറയുന്നത് പ്രിസൈസ് വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതേപോലെ തന്നെ 2 പോയിൻറ്റിൻ്റെ ഇടയിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ പ്രിസൈസ് ആയതുകൊണ്ട് തന്നെ കാലിബ്രേഷൻ്റെ ആവശ്യം ഇല്ല. നെക്സ്റ്റ് വൺ ഇൻക്ലൈൻഡ് മാനോമീറ്റർ. ഇൻക്ലൈൻഡ് മാനോമീറ്റർ എന്ന് പറയുമ്പോൾ ഇതും 2 പോയിൻറ്റിൻ്റെ ഇടയിലുള്ള പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ തന്നെയാണ്. പക്ഷേ ഒരു മൈന്യൂട്ട് പ്രഷർ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ, ചെറിയൊരു പ്രഷർ ഡിഫറൻസ് മാത്രമേ ഇത് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നീട് മറ്റുള്ള മാനോമീറ്റേഴ്സിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഇൻക്ലൈൻഡ് മാനോമീറ്റർ കുറച്ചും കൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും തരുന്നത്. ഇനി നോക്കുന്നത് ഇതിൻ്റെ ഫിഗറാണ്. ഫിഗറിൻ്റെ അകത്ത് ഒരു റൗണ്ട് ബോട്ടം ഫ്ലാസ്ക് പോലൊരു ഫ്ലാസ്ക്, പിന്നെ അതേപോലെ അതിൻ്റെ ബോട്ടം പാർട്ടിൽ നിന്ന് ഒരു ഇൻക്ലൈൻഡ് ട്യൂബുണ്ട്. ആ ഇൻക്ലൈൻഡ് ട്യൂബ് മറ്റൊരു ആമിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻക്ലിനേഷൻ, അവിടെ വരുന്ന ആ ഒരു ഇൻക്ലൈൻഡ് എന്ന് പറയുന്നത് അവിടുത്തെ ആ ആംഗിൾ ആൽഫ എന്ന് റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ റൗണ്ട് ബോട്ടം ഫ്ലാസ്കിൻ്റെ അവിടെ വരുന്ന പ്രഷർ P1, അപ്പുറത്ത് P2. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ഫ്ലൂയിഡ് ഫില്ല് ചെയ്തിട്ട് P1 പാർട്ടിലൊരു പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചൊന്നത് താഴും, അതിൻ്റെ മെനിസ്കസ് താഴും. താഴുന്ന സമയത്ത് അപ്പുറത്തെ ആമിൽ കുറച്ചൊന്ന് പൊങ്ങും. അപ്പോൾ ആ താഴുന്നതും പൊങ്ങുന്നതിനും ഇടയിൽ വരുന്ന ഒരു ഹൈറ്റ് ഉണ്ട്. അതായത് നേരത്തെ അത് ഫില്ലാക്കി വെച്ചപ്പം എത്ര ഉണ്ടായിരുന്നു അതൊന്ന് ഇപ്പം താന്നപ്പം എവിടെ നിൽക്കുന്നു അതിന് ഇടയിലുള്ള ഹൈറ്റ്, അതാണിവിടെ R എന്നും പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഒരാമിൽ പൊങ്ങയും താരയും ചെയ്തതുപോലെ അടുത്ത ആമിലും അതേപോലെ നടക്കും. പ്രഷർ അപ്ലൈ ചെയ്യുമ്പം കുറച്ചൊന്ന് പൊങ്ങും. അപ്പം നേരത്തെ എവിടെയാണോ നിന്നത് അവിടെ നിന്ന് ആ പൊങ്ങിയത് വരെ ഉള്ള ഹൈറ്റ്, അതാണ് R1. അപ്പോൾ ഇത്രയാണ് മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. ഈ 3 മാനോമീറ്റേഴ്സിൻ്റെ ഇത്രയും കാര്യങ്ങൾ എഴുതുമ്പോൾ 5 മാർക്കിന് ചോദിച്ചാൽ 2 മാർക്കിന് ചോദിച്ചാലും ഉള്ളതായി. 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഡെറിവേഷനും ഫിഗേഴ്സും കാര്യങ്ങളും എല്ലാം വരച്ച് ആപ്ലിക്കേഷൻ ഉൾപ്പെടെ എഴുതണം. 2 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഇത്രയൊന്നും വേണ്ട, 3 ആൾക്കാർ എന്താണെന്നുള്ളതും ഫിഗർ വരയ്ക്കണം എന്നില്ല, ഇക്വേഷൻസ് മാത്രം ജസ്റ്റ് ഒന്ന് എഴുതി അങ്ങനെ എഴുതിയാൽ മതി. 2 മാർക്കിന് എങ്ങനെ എഴുതണോ അത്ര മാത്രം. 5 മാർക്കിനാണെങ്കിൽ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി എഴുതണം. മിക്കവാറും 2 മാർക്കിനാണ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ചിട്ടുള്ളത്. റെയറായിട്ട് 5 മാർക്കിനും ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മാനോമീറ്റേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാനായിട്ട് പോകുന്ന ടോപ്പിക്കാണ് ബെർണോളീസ് തിയറം. ബെർണോളീസ് തിയറം എന്ന് പറഞ്ഞാൽ ആ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു പൈപ്പ് ലൈനിൽ കൂടെ ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും ഒരു പാർട്ടിലുള്ള ടോട്ടൽ എനർജി തന്നെയായിരിക്കണം അത് അപ്പുറത്തെ സൈഡിൽ എത്തിയാലും അതിൻ്റെ എനർജി. അതായത് ദ ടോട്ടൽ എനർജി ഓഫ് എ ഫ്ലൂയിഡ് മൂവിങ് ഫ്രം വൺ പോയിൻറ്റ് ടു അനദർ ബിക്കം കോൺസ്റ്റൻറ്റ്. എപ്പോഴും അത് കോൺസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം. അങ്ങനെ ഒരു പൈപ്പ് ലൈനിൽ കൂടെ നമ്മൾ ഒരു ഫ്ലൂയിഡിനെ പാസ് ചെയ്ത് വിടുമ്പം അതിൽ ഒരുപാട് എനർജികൾ ആക്ട് ചെയ്യാറുണ്ട്. അതേപോലെ അതിൻ്റെ വെലോസിറ്റി, അതിൽ കുറേ ഫോഴ്സസ് വരുന്നുണ്ട്. അങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്ത് പോകുമ്പോഴത്തേക്കും അതിന് ഉണ്ട്. മെയിനായിട്ടും 3 എനർജികളാണ് നമ്മൾ എടുക്കുന്നത്.
pressure energy, kinetic energy and potential energy or datum energy. അപ്പോൾ ബെർണോളീസ് തിയറത്തിന് ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് അതിൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റ് എഴുതണം, ഈ 3 എനർജിയെക്കുറിച്ച് എഴുതണം. വേറൊന്നുമില്ല, എനർജികൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഇക്വേഷൻസും എഴുതണം. പ്രഷർ എനർജി അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് ഫ്ലോ എനർജി. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ P/G ρ. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറഞ്ഞാൽ ഡാറ്റം എനർജി. അത് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ പ്രത്യേകിച്ച് ഇക്വേഷനൊന്നുമില്ല, എക്സ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ U²/2G. ഇനി ഒരു പൈപ്പ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവുകയാണ്. പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ ആ പൈപ്പ് ലൈനിൻ്റെ സെൻറ്റർ പാർട്ടിൽ ഒരു പമ്പ് വെച്ചിട്ടുണ്ട്. ആ പമ്പിൻ്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ് ഫ്ലൂയിഡ് ആ ഒരു പൈപ്പ് ലൈനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ആ ഒരു ഫിഗർ അവിടെ എഴുതണം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതുക, ഓരോ എനർജിയെക്കുറിച്ചും എഴുതുക, പിന്നെ ആ ഫിഗറിൽ നിന്ന് ബെർണോളീസ് തിയറം നമ്മൾ സ്റ്റേറ്റ് ചെയ്യുക, ഡിറൈവ് ചെയ്തെടുക്കുക. ഇതിൽ 2 പോയിൻ്റ് ഉണ്ട്. പൈപ്പ് ലൈനിൻ്റെ ഫസ്റ്റ് പാസ് ചെയ്ത് പോകുന്ന പാർട്ടാണ് എ, രണ്ടാമത് പോകുന്ന പാർട്ടാണ് ബി. അപ്പോൾ എ എന്ന് പറയുന്ന പാർട്ടിൽ ഉള്ള എനർജികൾ അതിൻ്റെ ഇക്വേഷൻസ് എടുത്തെഴുതണം. അപ്പോൾ അറ്റ് പോയിൻ്റ് എ കൈനറ്റിക് എനർജി എന്ന് പറയുമ്പം എ എന്നുള്ള പോയിൻ്റ് ആയതുകൊണ്ട് U²A/2G എന്ന് എഴുതി. പ്രഷർ എനർജി PA/ρAg എന്ന് എഴുതി. അതേപോലെ അവിടെ വരുന്ന പൊട്ടൻഷ്യൽ എനർജി XA. അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ ബി എന്ന് പറയുന്ന പോയിന്റ്. അപ്പോൾ അറ്റ് ബി കൈനറ്റിക് എനർജി എന്ന് പറയുന്ന UB²/2G. പ്രഷർ എനർജി PB/ρAg എന്നാണ് എഴുതിയിരിക്കുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ഫ്ലൂയിഡ് പാസ് ചെയ്യുന്നത് രണ്ട് ഫ്ലൂയിഡ് അല്ലല്ലോ, സെയിം ഫ്ലൂയിഡ് തന്നെയാണ് 2 പോയിന്റിൽ കൂടെയും പോകുന്നത്. സോ അതിൻ്റെ ഡെൻസിറ്റി എ ആയിരുന്നാലും ബി ആയിരുന്നാലും സെയിം ആണ്. അതുകൊണ്ടാണ് റോ എയും റോ ബിക്കും റോ എ എന്ന് തന്നെ കൊടുത്തേക്കുന്നത്. അപ്പോൾ പ്രഷർ എനർജി PB/ρAg. അവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി XB. അപ്പോൾ എ എന്ന് പറയുന്ന പോയിൻ്റ് ആയാലും ബി എന്ന് പറയുന്ന പോയിൻ്റ് ആയാലും നമ്മുടെ ബെർണോളീസ് തിയറം പറയുന്നത് എവിടെ ആയിരുന്നാലും ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന പോയിന്റിലുള്ള ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഈ പ്രഷർ എനർജി, കൈനറ്റിക് എനർജി, പൊട്ടൻഷ്യൽ എനർജി എല്ലാം കൂടെ ആഡ് ചെയ്ത് എഴുതാം. അതേപോലെ ബിയിലുള്ളതും. ഇനി രണ്ടും ഈക്വൽ ആണെന്നാണ് ബെർണോളീസ് തിയറം പറയുന്നത്. അപ്പോൾ അതിന് ഈക്വൽ ടു സിമ്പിൾ ഇട്ട് എഴുതാം. അങ്ങനെ എഴുതുമ്പോൾ ബെർണോളീസ് തിയറത്തിൻ്റെ ഇക്വേഷനായി. പിന്നെ നമ്മൾ ഈ ഒരു പൈപ്പ് ലൈനിൽ പമ്പ് യൂസ് ചെയ്യുന്നുണ്ടല്ലേ, അപ്പോൾ ഈ പമ്പ് അവിടെ ഒരു വർക്ക് ചെയ്യുന്നുണ്ട്. ആ വർക്കിൽ നിന്ന് ഒരു ഫ്രിക്ഷൻ, അതായത് ഈ ഫ്ലോ ചെയ്യുമ്പോൾ ആ ലെയേഴ്സ് പരസ്പരം കൊളൈഡ് ചെയ്തിട്ട് അവിടെ ഒരു ഫ്രിക്ഷൻ ലോസ് ഉണ്ടാകുന്നുണ്ട്. സോ ആ എനർജി നമ്മൾ മൈനസ് ചെയ്യണം. ആ മൈനസ് ചെയ്ത് എനർജി എഴുതുമ്പോൾ ആ ഇക്വേഷൻ ബെർണോളീസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നതായി. അപ്പോൾ ഇങ്ങനെയാണ് ബെർണോളീസ് തിയറം ചോദിച്ചാൽ എഴുതാനായിട്ടുള്ളത്. പിന്നെ ബെർണോളീസ് തിയറത്തിൻ്റെ ആപ്ലിക്കേഷൻസ് എന്നും പറഞ്ഞ് എടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ബെർണോളീസ് തിയറം, ഇപ്പം നമ്മൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അകത്ത് ഫ്ലോ റേറ്റ് കണ്ടുപിടിക്കുന്ന കുറച്ച് ഡിവൈസസ് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ബെർണോളീസ് തിയറം വേണം. അപ്പോൾ അതൊരു ആപ്ലിക്കേഷനാണ്. ബെർണോളീസ് തിയറത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഓറിഫൈസ് മീറ്ററും വെഞ്ചുറി മീറ്ററും ഒക്കെ വർക്ക് ചെയ്യത്തുള്ളൂ. സെക്കൻഡ് എന്ന് പറയുന്നത് ചില സെൻട്രിഫ്യൂഗൽ പമ്പ്. ഇപ്പോൾ ഇവിടെ നമ്മളൊരു പൈപ്പ് ലൈനിൻ്റെ അകത്തൊരു പമ്പ് പറക്കും, അതേപോലെ പമ്പുണ്ട്. ആ പമ്പിൻ്റെയൊക്കെ വർക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബെർണോളീസ് തിയറമാണ്. അപ്പോൾ 10 മാർക്കിന് ബെർണോളീസ് തിയറവും ആപ്ലിക്കേഷനും മാത്രമാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ എഴുതുമ്പോൾ അത് 10 മാർക്കിന് കാണത്തില്ല. അപ്പോൾ 10 മാർക്കിൻ്റെ ആ ഒരു വലിപ്പം കൂട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു കാര്യം കൂടെ അതിൻ്റെ അകത്തോട്ട് ആഡ് ചെയ്യാം. അതായത് എനർജി ലോസസ്. ഒരു പമ്പ് മീൻസ് ഒരു പൈപ്പിൽ കൂടെ പമ്പിൻ്റെ പ്രസൻസോട് കൂടി ഒരു ഫ്ലൂയിഡ് പാസ് ചെയ്യുമ്പം അവിടെ ഒരുപാട് ലോസസ് ഉണ്ടാവും. നേരത്തെ നമ്മൾ ഫ്രിക്ഷൻ ലോസിൻ്റെ കാര്യം പറഞ്ഞു. അതേപോലെ വേറെ കുറേ ലോസസ് അവിടെ ഉണ്ടാകുന്നുണ്ട്, എനർജി ലോസസ്. അതും കൂടി ഇതിൻ്റെ അകത്തോട്ട് ഉൾപ്പെടുത്താം. ഇനി എനർജി ലോസ് മാത്രമായിട്ടും ക്വസ്റ്റ്യൻ പേപ്പറിൽ റെയറായിട്ട് ചോദിച്ചിട്ടുണ്ട്.
എന്നാൽ എനർജി ലോസ് മാത്രം. ബെർണോളീസ് തിയറത്തിൻ്റെ കൂടെ 10 മാർക്കിന് ചോദിക്കുമ്പോൾ ഇതും കൂടെ എഴുതിയാൽ നല്ലതായിരിക്കും. അപ്പോൾ എനർജി ലോസസും കൂടെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം. മെയിൻലി 4 എനർജി ലോസസ് ആണ് വരുന്നത്. ഫ്രിക്ഷൻ ലോസ്, ലോസ് ഓഫ് ഫിറ്റിങ്സ്, എൻലാർജ്മെൻറ്റ് ലോസ് ആൻഡ് കോൺട്രാക്ഷൻ ലോസ്. ഫ്രിക്ഷൻ ലോസ് എന്ന് പറയുമ്പോഴത്തേക്കും അതുണ്ടാകുന്നതിന് കാരണം ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഒരു പൈപ്പ് ലൈനിൽ കൂടെ പോകുമ്പോൾ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അത് ചിലപ്പോൾ പൈപ്പിൻ്റെ വോൾസും ലിക്വിഡും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ആകാം, അല്ലെങ്കിൽ ലിക്വിഡ് ലെയേഴ്സ് തമ്മിലുള്ള ഫ്രിക്ഷൻ ആകാം. ആ ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് കൊണ്ട് ഫ്രിക്ഷൻ ലോസ് ഉണ്ടാകാം, ദാറ്റ് ഈസ് എനർജി ലോസ് ഉണ്ടാകാം. പിന്നെ പറയുന്നത് ഈ പാസ് ചെയ്ത് പോകുന്ന ഫ്ലൂയിഡ് ടൈപ്സ് ഓഫ് ഫ്ലോ ഉണ്ട്. അതായത് ഈ പോകുന്ന ഫ്ലൂയിഡ് ഒന്നുകിൽ ടർബുലൻ്റ് ആയിട്ടായിരിക്കും ഫ്ലോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ലാമിനാർ ആയിട്ടായിരിക്കും. ടർബുലൻ്റ് മീൻസ് ഭയങ്കര പ്രഷറിൽ അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ലാമിനാർ എന്ന് പറയുമ്പം ലെയർ ബൈ ലെയർ ആയിട്ട് ഓരോന്നിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. അപ്പം ഈ ഫ്ലോ ടൈപ്പിൽ വരുന്ന വ്യത്യാസം കൊണ്ടും ഫ്രിക്ഷൻ ഉണ്ടാകാം. പിന്നെ ഫ്രിക്ഷൻ കൂടുമ്പോൾ പ്രഷർ കുറയാറാണ് ഉള്ളത്. പിന്നെ ഈ ഒരു റിലേഷൻഷിപ്പ്, അതായത് ഈ ഫ്രിക്ഷൻ ലോസ്, ആ ഒരു എനർജി, ആ ഫ്രിക്ഷൻ ലോസ് കണ്ടുപിടിക്കാനായിട്ട് നമ്മളൊരു റിലേഷൻ പറയുന്നുണ്ട്, ദാറ്റ് ഈസ് ഫാനിങ് ഇക്വേഷൻ. ഫാനിങ് ഇക്വേഷനിൽ പറയുന്നത് ഡെൽറ്റ പി എഫ് ഇസ് ഈക്വൽ ടു 2FU² L റോ ബൈ ഡി എന്നാണ്. ഇവിടെ എഫ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഫ്രിക്ഷൻ ഫാക്ടർ, ഡെൽറ്റ പി എഫ് എന്ന് പറയുന്നത് പ്രഷർ ഡ്രോപ്പ്, എൽ എന്ന് പറയുന്നത് ലെങ്ത്ത്, റോ എന്ന് പറഞ്ഞാൽ ആ ലിക്വിഡിൻ്റെ ഡെൻസിറ്റി, ഡി എന്ന് പറയുന്നത് പൈപ്പ് ലൈൻ്റെ ഡയമീറ്റർ. ഇനി ഈ എഫ് എന്ന് പറയുമ്പോൾ ഫ്രിക്ഷൻ ഫാക്ടർ, ആ ഒരു ഫ്രിക്ഷൻ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ഫ്ലൂയിഡിൻ്റെ ഫ്ലോയിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പൈപ്പ് ലൈനിൻ്റെ റഫ്നെസ്, അതായത് പൈപ്പ് ലൈൻ ഒരുപാട് ഓൾഡ് ആണെങ്കിൽ, അല്ലെങ്കിൽ അതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലൊക്കെ റഫ്നെസ് ഉണ്ടാവും. ആ ഒരു റഫ്നെസ് ക്യാരക്ടർ ഈ ഒരു ഫ്രിക്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റഫ്നെസ് വരുന്ന ഒരു ക്യാരക്ടറാണ് റഫ്നെസ് ഫാക്ടർ. അപ്പോൾ ചില പൈപ്പിൻ്റെ കണ്ടീഷൻസ് വെച്ചിട്ട് റഫ്നെസ് ഫാക്ടറിൽ വേരിയേഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ആ പൈപ്പ് ലൈൻ സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനാണ് ഈ ഒരു ടേബിൾ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് എഴുതിയാൽ കൊള്ളാം, പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഇത് എഴുതണം എന്നില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തതാണ്. ഈ ഫ്രിക്ഷൻ ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു കാര്യം ചെയ്യാൻ പറ്റും. അതായത് സോലുബിൾ ആയിട്ടുള്ള ഹൈ മോളിക്കുലാർ വെയിറ്റ് ഉള്ള പോളിമേഴ്സിന് ചെറിയൊരു കോൺസെൻട്രേഷനിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ലോസ് കുറയ്ക്കാനായിട്ട് പറ്റും. സെക്കൻഡ് ലോസ് ഓഫ് എനർജിയാണ് ലോസ് ഓഫ് ഫിറ്റിങ്സ് എന്ന് പറയുന്നത്. ഒരു പൈപ്പ് ലൈൻ എടുത്താൽ നോർമലി അതിൻ്റെ അകത്ത് കുറേ ഫിറ്റിങ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഫിറ്റിങ്സ് വരുമ്പോൾ ആ ഒരു ഫ്ലോ അതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫ്ലോയിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ആവും. അല്ലെങ്കിൽ എന്ത് പറ്റും, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ഫിറ്റിങ്സിൻ്റെ നേച്ചർ അനുസരിച്ചിട്ടും ആ ഒരു ഫ്ലോയിന് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ട്. ആ ഒരു ഡിസ്റ്റർബൻസ് എനർജി ലോസ് ആകാൻ കാരണമാവും. ഫിറ്റിങ്സിൻ്റെ 2 എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എൽബോ ഫിറ്റിങ്സും ടി ഫിറ്റിങ്സും. എൽബോ ജോയിൻറ്റ് പോലെ ഇരിക്കുന്ന ഫിറ്റിങ്സ്, ടി ഷേപ്പിൽ വരുന്ന ഫിറ്റിങ്സ്. എനർജി ലോസ് ബൈ ഫിറ്റിങ്സ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ ഒരു മെഷർമെൻ്റ് ഉണ്ട്. അതാണ് കെ ഫാക്ടർ അല്ലെങ്കിൽ ലോസ് കോഎഫിഷ്യൻറ്റ്. നെക്സ്റ്റ് എനർജി ലോസ് ആണ് എൻലാർജ്മെൻറ്റ് ലോസ്. എൻലാർജ്മെൻറ്റ് ലോസ് എന്ന് പറയുമ്പോൾ ഗ്രാജ്വലി എൻലാർജ്മെൻറ്റ് ഉണ്ടാകാം, അല്ലെങ്കിൽ സഡൻ ആയിട്ടുണ്ടാകുന്ന എൻലാർജ്മെൻറ്റ് ഉണ്ടാകാം. ഗ്രാജ്വലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത് എങ്കിൽ, അതായത് ഒരു ക്രോസ് സെക്ഷണൽ ഏരിയ പെട്ടെന്ന് എൻലാർജ് ആവുന്നു, അല്ലെങ്കിൽ ഗ്രാജ്വലി എൻലാർജ് ആവുന്നു. ഗ്രാജ്വലി ആണ് എൻലാർജ് ആകുന്നതെങ്കിൽ അവിടെ വലിയ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകുന്നില്ല, ദാറ്റ് ഈസ് എനർജി ലോസ് അവിടെ ഇല്ല. എന്നാൽ സഡൻ ആയിട്ടാണ് ഒരു എൻലാർജ്മെൻറ്റ് വരുന്നത് എങ്കിൽ അവിടെ ഒരു വെലോസിറ്റി ഡിഫറൻസ് ഉണ്ടാകും. ഒരു നാരോ പാർട്ടിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുന്ന ഫ്ലൂയിഡ് പെട്ടെന്നൊരു വലിയ വൈഡർ പാർട്ടിൽ കൂടെ പോകാൻ തുടങ്ങുമ്പം അതിൻ്റെ വെലോസിറ്റിക്ക് ചേഞ്ച് വരും, ദാറ്റ് ഈസ് ഇറ്റ് വിൽ ഡിക്രീസസ്. അങ്ങനെ വെലോസിറ്റി ഡിക്രീസ് ആകുമ്പം അവിടെ ഒരു പ്രഷർ ഡ്രോപ്പ് ഉണ്ടാവും. ആ പ്രഷർ ഡ്രോപ്പാണ് നമ്മളിവിടെ കണ്ടുപിടിക്കുന്നത്.
ആ ഒരു പ്രഷർ ഡ്രോപ്പാണ് ഹെഡ് ലോസ് എന്ന് പറയുന്നത്. ആ ഹെഡ് ലോസ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷനാണ് u1 - u2 the whole square by 2g. ഈ ഫിഗർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഗ്രാജുവൽ എൻലാർജ്മെൻറ്റ്, അതായത് ആ ഒരു നാരോ പാർട്ട് ഗ്രാജുവലി എൻലാർജ് ചെയ്ത് പോകുന്നു. അടുത്ത ഫിഗറിൻ്റെ അകത്ത് സഡൻ എൻലാർജ്മെൻ്റ് ആണ്, പെട്ടെന്ന് എൻലാർജ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അവിടെ ഒരു എഡ്ഡി കറണ്ട് ഫോം ചെയ്യുന്നു, വെലോസിറ്റി ഡിഫറൻസ് ഉണ്ടാകുന്നു. എൻലാർജ്മെൻറ്റ് ലോസ് പോലെ തന്നെ വരുന്ന അടുത്തൊരു എനർജി ലോസാണ് കോൺട്രാക്ഷൻ ലോസ്. അതായത് ഒരു വൈഡർ പാർട്ടിൽ കൂടെ പോകുന്ന ഫ്ലൂയിഡ് പെട്ടെന്നൊരു കൺസ്ട്രിക്റ്റഡ് ഏരിയയിൽ പോയി ആ നാരോ റീജിയനിൽ കൂടെ പാസ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും അവിടെ ഒരു എനർജി ലോസ് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അതിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ആവുന്നു. അത് നേരത്തെ പറഞ്ഞതുപോലെ ഗ്രാജുവലി ആകാം, സഡൻ ആകാം. ഗ്രാജുവലി ആണെങ്കിൽ പ്രശ്നമില്ല, സഡൻ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ സെയിം കാര്യം, പ്രഷർ ഡ്രോപ്പ് ഉണ്ടാകുന്നു, ഹെഡ് ലോസ് ഉണ്ടാകുന്നു, അപ്പോൾ വെലോസിറ്റി ഡിഫറൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഈ 4 എനർജി ലോസസ് ആണ് എഴുതാനായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ 2 ടോപ്പിക്സ് ആണ് എടുത്തത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്സ്, ബെർണോളീസ് തിയറം ആൻഡ് മാനോമീറ്റേഴ്സ്. മാനോമീറ്റേഴ്സിനെക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ബെർണോളീസ് തിയറവും അതിൻ്റെ എനർജി ലോസസും. അപ്പോൾ ഈ 2 ടോപ്പിക്കും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പഠിച്ച രീതിയിലാണ് വീഡിയോ ആയിട്ട് ചെയ്തത്. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് കമൻറ്റിൽ പറയണേ. പിന്നെ നെക്സ്റ്റ് ഇതേപോലെ ഏതെങ്കിലും ടോപ്പിക്സ് മനസ്സിലാവാതെ ഉണ്ട്, അല്ലെങ്കിൽ പഠിപ്പിച്ചപ്പോൾ അറിയില്ല, അല്ലെങ്കിൽ ടെക്സ്റ്റ് വായിച്ചപ്പോൾ മനസ്സിലാവാതെ ഇരിപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഏത് സബ്ജക്റ്റ് ആയിരുന്നാലും ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇതേപോലെ വോയിസ് ആയിട്ട് ഞാൻ ഇട്ട് തരാം. ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് പറയുക. ഏതെങ്കിലും ടോപ്പിക്ക് വേണം ഇനി പറഞ്ഞു തരണം എന്ന് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.